ാണ് പോവേണ്ടത്. ഇവിടെയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഖുർആനിനും സുന്നത്തിനും എതിരായിട്ട് ഒരു കമ്മിറ്റിക്കും തീരുമാനിക്കാൻ അധികാരമല്ല, ഒരു കുടുംബത്തിനും തീരുമാനിക്കാൻ അധികാരമല്ല, ഒരു വ്യക്തിക്കും തീരുമാനിക്കാൻ അധികാരമല്ല. ഒരു വ്യക്തിയാണ്, പക്ഷെ അയാളുടെ ദേഹച്ചക്കനുസരിച്ചാണെങ്കിൽ അത് ഹിസ്ബിയത്തിന് പകരം അവിടെ ഇത്തിബാഉൽ ഹവ എന്ന് പറയും. ഒരു കുടുംബമാണ്, അയാളുടെ ഇഷ്ടത്തെ, ആ കുടുംബത്തിന്റെ ഇഷ്ടം പടച്ചോന്റെ താല്പര്യത്തിന് എതിരായിട്ടാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ അത് അസബിയ ഖബലിയ, ആ ഗോത്രപരമായ കുടുംബപരമായ പക്ഷപാതിത്വമാണത്. അത് പിൻപറ്റാൻ പാടില്ല. കുടുംബത്തിലെ ആളുകൾക്ക് ഒരു കക്ഷിയാണ്, ഹിസ്ബാണ്, ആ കക്ഷിയുടെ താല്പര്യം പടച്ചവന്റെ താല്പര്യവുമായി ഏറ്റുമുട്ടുമ്പോൾ പടച്ചവന്റെ താല്പര്യത്തിന് എതിരിൽ ആ കക്ഷിയുടെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കുവാൻ പാടില്ല. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിലും നമ്മളത് പ്രത്യേകിച്ച് സൂക്ഷിക്കണം. നിങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്, ജില്ലയുടെയും അതേപോലെ തന്നെ മണ്ഡലങ്ങളുടെയും ശാഖകളുടെയും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളാണ് നിങ്ങൾ. സംസ്ഥാന എക്സിക്യൂട്ടീവിലാണെങ്കിലും സംസ്ഥാന കൗൺസിലാണെങ്കിലും ജില്ലാ എക്സിക്യൂട്ടീവിലാണെങ്കിലും ജില്ലാ കൗൺസിലാണെങ്കിലും മണ്ഡലം എക്സിക്യൂട്ടീവിലാണെങ്കിലും മണ്ഡലം കൗൺസിലാണെങ്കിലും ശാഖാ എക്സിക്യൂട്ടീവിലാണെങ്കിലും ശാഖാ കൗൺസിലാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ കിതാബിലും പ്രവാചകന്റെ സുന്നത്തിലും വന്ന ഒരു കാര്യത്തിനെതിരിൽ ഈ എക്സിക്യൂട്ടീവുകൾക്കൊന്നും തന്നെ തീരുമാനമെടുക്കാൻ അധികാരമില്ല. ആരെങ്കിലും തീരുമാനിച്ചാൽ അത് പിൻപറ്റാൻ ഒരു മുസ്ലിമിനും ബാധ്യതയില്ല, പാടില്ല എന്നുള്ളതാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്നും പഠിപ്പിച്ചു പോന്നിട്ടുള്ളത്. അത് വ്യക്തിയായാലും കുടുംബമായാലും സംഘടനയായാലും സംഘമായാലും സമൂഹമായാലും